വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. എച്ച് എം പി വിയുടെ പൂർണ്ണ രൂപം എന്താണ്? ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്. എന്താണ്? ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്. അതാണ് HMPV. അതായത് നെതർലൻഡ്സിലാണ് HMPV ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. HMPV ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെ? നെതർലൻഡ്സിലാണ്. 2024 ഡിസംബർ അവസാനത്തോടുകൂടി ചൈനയില് ഈ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിലും ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ഈ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ബാധ 2024 ഇന്ത്യയിലും അതുപോലെ തന്നെ ചൈനയിലൊക്കെ ഈ വൈറസിന്റെ ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എവിടെയായിരുന്നു റിപ്പോർട്ട് ചെയ്തത്? നെതർലൻഡ്സിലാണ്. അപ്പോ അധികം നാളായിട്ടില്ലേ വന്നിട്ടുള്ള എന്നുകൊണ്ട് സയൻസ് ഭാഗത്ത് നമ്മളോട് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് HMPVയുടെ പൂർണ്ണരൂപം. ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്. നെക്സ്റ്റ് വൺ, 2025 മുതൽ 2039 വരെ ജനിക്കുന്ന കുഞ്ഞുങ്ങള് ഏത് പേരിൽ അറിയപ്പെടും എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ചോദ്യം അതാണ്. ജനറേഷൻ ബീറ്റ. എന്താ വിളിക്കണേ? ജനറേഷൻ ബീറ്റ. 2025 മുതൽ 2039 വരെ ജനിക്കുന്ന കുട്ടികളെ വിളിക്കുന്നത് ജനറേഷൻ ബീറ്റ എന്നാണ്. 2035 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയുടെ 16% ബീറ്റ ജനറേഷൻ ആകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഏത് സസ്യശാസ്ത്രജ്ഞനാണ് അടുത്തിടെ അന്തരിച്ചത്? അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ KS മണിലാൽ. ആരാണ്? ഡോക്ടർ KS മണിലാൽ. ആരുടെ 200-ാം ജന്മവാർഷികവും 151-ാം ചരമവാർഷികവുമാണ് 2025 ജനുവരിയിൽ കടന്നുപോയത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നമുക്കറിയാം, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മൂക്കുത്തി സമരം, അല്ലെ, അച്ചിപ്പുടവ സമരം, മേൽമുണ്ട് സമരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ധാരാളം ചോദ്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ 200-ാം ജന്മവാർഷികവും 151-ാം ചരമവാർഷികവും 2025 ജനുവരിയിൽ കേട്ടോ. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിൽ കണ്ടെത്തിയ പർവ്വതങ്ങൾക്ക് ഇന്ത്യ ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന പേരുകൾ എന്തെല്ലാം? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടില് 3 പർവ്വതങ്ങളാണ് കണ്ടെത്തിയത്. ആ 3 പർവ്വതങ്ങൾക്ക് ഇന്ത്യ ഒഫീഷ്യലി പേരുകളൊക്കെ കൊടുത്തു. പേരുകൾ അശോക സി മൗണ്ട്. ഒന്ന് അശോക സി മൗണ്ട്. നെക്സ്റ്റ് വൺ ചന്ദ്രഗുപ്ത റിഡ്ജ്. ചന്ദ്രഗുപ്ത റിഡ്ജ്. തേർഡ് വൺ കൽപ്പതരു റിഡ്ജ്. അപ്പൊ ഏതൊക്കെയാണ്? അശോക സി മൗണ്ട്, ചന്ദ്രഗുപ്ത റിഡ്ജ്, കൽപ്പതരു റിഡ്ജ്. ഈ 3 ഇന്ത്യൻ മഹാസമുദ്രത്തില് കണ്ടെത്തിയ പർവ്വതങ്ങൾക്ക് ഇന്ത്യ ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന പേര്. അടുത്ത ചോദ്യം, ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന മ്യൂസിയം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ജീവിക്കുന്ന മ്യൂസിയം എന്ന് വിളിക്കുന്നത് മിറിസ്റ്റിക്ക എന്ന ചതുപ്പ് വനത്തെയാണ്. എന്താണ്? മിറിസ്റ്റിക്ക എന്ന ചതുപ്പ് വനത്തെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ചതുപ്പ് വനം എവിടെയൊക്കെ കാണപ്പെടുന്നു? കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ തുടങ്ങിയ പ്രദേശങ്ങളിലെ പശ്ചിമഘട്ട മലനിരകളിൽ കാണപ്പെടുന്ന ഒരു തരം ചതുപ്പ് വനത്തിന്റെ പേരാണ് മിറിസ്റ്റിക്ക. ഇതിനെ വിളിക്കുന്നത് ജീവിക്കുന്ന മ്യൂസിയം എന്നാണ്. അപ്പൊ ഇത് കൂടാണ്ട് പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങൾക്ക് പുറമെ വേറെ എവിടെയൊക്കെ ഇവയെ കണ്ടെത്തിയെന്നും നമ്മൾ ഓർക്കണം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും മേഘാലയയിലും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും മേഘാലയയിലും. അപ്പൊ ഇവിടെയൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട വംശനാശ ഭീഷണി നേരിടുന്ന നമ്മുടെ വേഴാമ്പലുകളൊക്കെ ഉണ്ടല്ലോ, ആ വേഴാമ്പലുകളുടെ ഒക്കെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏതെന്ന് പറയുന്നത് ഈ മിറിസ്റ്റിക്ക എന്ന് പറയുന്ന ചതുപ്പ് വനം പറയുന്നത് കേട്ടോ. അപ്പൊ മിറിസ്റ്റിക്ക എന്ത് വിളിക്കുന്നു? ജീവിക്കുന്ന മ്യൂസിയം എന്ന് വിളിക്കുന്നു. ഇനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഭൂഗർഭ മാർക്കറ്റ് നിലവിൽ വരികയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഭൂഗർഭ മാർക്കറ്റ് നിലവിൽ വരികയാണ്. അത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഭൂഗർഭ മാർക്കറ്റ് നിലവിൽ വന്നത് ബാംഗ്ലൂരിലാണ്. അതിന്റെ പേര് കൃഷ്ണദേവരായ പാലിഗെ എന്നാണ്. എന്താണ്?
കൃഷ്ണദേവരായ പാലിഗെ. അപ്പൊ കൃഷ്ണദേവരായ പാലിഗെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മാർക്കറ്റാണ്, വന്നിട്ടുള്ളത് ബാംഗ്ലൂരാണ്. ഡൽഹിയിലെ പാലിക ബസാറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മാർക്കറ്റ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്, ഡൽഹിയിലെ പാലിക ബസാർ കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം, ഏഷ്യൻ കിങ് കഴുകന്മാർ, ഏഷ്യൻ കിങ് കഴുകന്മാർക്കായി ലോകത്തിലെ ആദ്യത്തെ തന്നെ സംരക്ഷണ കേന്ദ്രം ഒരുക്കിയത് ഏത് സർക്കാരാണ്? അപ്പൊ ഏഷ്യൻ കിങ് കഴുകന്മാർ എന്ന് പറയുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു തരം കഴുകന്മാരാണ്. ആ കഴുകന്മാർക്ക് വേണ്ടിയിട്ട് ലോകത്ത് ആദ്യമായിട്ട് ഒരു സംരക്ഷണ കേന്ദ്രം ഒരുക്കിയത് ഉത്തർപ്രദേശ് സർക്കാരാണ്. ആരാണ്? ഉത്തർപ്രദേശ് സർക്കാരാണ്. ആ സെന്ററിന്റെ പേര് ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ എന്നാണ്. ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ എന്നാണ് ഏഷ്യൻ കിങ് കഴുകന്മാർക്ക് വേണ്ടി ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കിയിരിക്കുന്ന സംരക്ഷണ കേന്ദ്രത്തിന് നൽകിയിരിക്കുന്ന പേര്. ക്ലിയർ ആയല്ലോ? അടുത്ത ഒരു ചോദ്യമാണ്, നമ്മുടെ ഒരു വംശനാശ ഭീഷണി നേരിടുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കുതിരയുണ്ട്. അപ്പൊ ഇന്ത്യയിലെ 5 തദ്ദേശീയ കുതിര ഇനങ്ങളിൽ ഒന്നാണ് ആ കുതിര. ആ കുതിരയുടെ പ്രത്യേകത എന്താ വെച്ചാൽ പോളോ മത്സരങ്ങൾക്കായിട്ടാണ് പ്രധാനമായിട്ടും ഈ കുതിരയെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ ഈ പോളോ മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രത്യേകതരം കുതിരകൾക്ക് സംരക്ഷണം ഒരുക്കിയിരിക്കുന്ന സർക്കാരാണ് മണിപ്പൂരി സർക്കാരാണ്. മണിപ്പൂരി സർക്കാരിന്റെ അവിടെയുള്ള മണിപ്പൂരിലുള്ള ആ പ്രത്യേകതരം കുതിരകളുടെ പേര് മണിപ്പൂരി പോളോ പോണി എന്നാണ്. മണിപ്പൂരി പോളോ പോണി. അപ്പൊ മണിപ്പൂരിലുള്ള പോളോ കളിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മണിപ്പൂരി പോളോ പോണി എന്ന് പറയുന്ന കുതിരകൾക്ക്, അവ ധാരാളം വംശനാശ ഭീഷണി നേരിടുന്ന കുതിരകളാണ്, അവയ്ക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കിയിരിക്കുകയാണ് മണിപ്പൂർ സർക്കാർ. അപ്പൊ നേരത്തെ കഴുകന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ പോളോ പോണിയുടെ കാര്യം പറഞ്ഞു. നമ്മൾ കുത്തബ്ദീൻ ഐബക്കിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മെഡീവൽ ഇന്ത്യ പഠിക്കുമ്പോൾ പറയും പോളോ കളിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച ഭരണാധികാരി അല്ലെ എന്ന് നമ്മൾ പറയണ പോലെ. അപ്പോ മണിപ്പൂരി പോളോ പോണികൾ അങ്ങനെ പോളോ കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം കുതിരകളാണ്. ശരിക്കും ഇന്ത്യയിൽ 5 തദ്ദേശീയ ഇനം കുതിരകളുണ്ട്, അതിലൊന്നാണ് മണിപ്പൂരി പോണി എന്ന് പറയുന്നത്. പോളോ കളിക്കുന്നതിന് ഉപയോഗിക്കുന്നു എന്നുകൊണ്ട് മാത്രം ഇതിനെ പോളോ പോണി എന്ന് വിളിക്കുന്നു. അപ്പൊ മണിപ്പൂരി സർക്കാർ വംശനാശ ഭീഷണി നേരിടുന്ന ഇനമായി പ്രഖ്യാപിച്ച കുതിര ഇനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മണിപ്പൂരി പോളോ പോണിയാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇനി പരീക്ഷയ്ക്ക് പോകാൻ പോകുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരമാവട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ക്ലാസ് ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ക്ലാസ് ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.